വേണം, ഒരു മിനിറ്റ്. അമ്മുവിന്റെ പിറന്നാളാ ഇന്ന്. പറഞ്ഞു. എങ്ങനെയാ പറയണ്ടെന്നറിയില്ല. പറഞ്ഞാൽ നീ എന്താ വിചാരിക്കാന്നും അറിയില്ല. എന്നാലും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയാന്ന് കരുതിയാൽ മതി. നീ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പണം ഉണ്ടാവില്ല നിന്റെ കയ്യില്. നിന്റെ വകയായിട്ട് അമ്മ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇത് വെച്ചോളൂ. കാശ് എന്തെങ്കിലുണ്ട്. നന്ദേന്റെ കാശ് വാങ്ങിയിട്ടല്ലോ എന്റെ ഒക്കെ സമ്മാനം കൊടുക്കേണ്ടത്. തെറ്റെന്റെ തന്നെ. ചോദിക്കാൻ പാടില്ലായിരുന്നു. വന്നുള്ള രണ്ട് ഗോപാലന്മാരും വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞ നാവ് ഇപ്പൊ മടക്കേ ഉള്ളൂ. മടങ്ങി കിട്ടിയോ? ശശാങ്കൻ സാറിന്റെ നാവ് മടങ്ങി കിട്ടാൻ ഇത്തിരി പ്രയാസാണേ. ഒടിയേ ഉള്ളൂ, വളയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വേണുഗോപാൽ സാർ ഇങ്ങനെ ഉപായത്തിന് നടന്നാൻ പറ്റില്ല. എന്താ? ജോലി കിട്ടിയല്ലേ വക കിട്ടിയിട്ടില്ല. കല്യാണത്തിന് സ്പെഷ്യൽ വക ഇതുവരെ കിട്ടിയിട്ടില്ല. ശമ്പളം വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ചെലവ്. തനിക്ക് എന്തോളൂ പൈസക്ക് വിഷമം? അളിയന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞ പോലെ. അതും തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുക. വേണുവിന് എത്ര വേണം പറ. ബാങ്കിലിട്ട പോലല്ലേ തനിക്ക് കടം തന്നാലേ. എന്നാ വൈകിക്കണ്ട, ഇന്ന് വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഗ്രേറ്റ്. ഇന്ന് ശ്രീമതിയുടെ പിറന്നാൾ കൂടിയാണ്. വൈകുന്നേരം സവേരയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എന്തിനും റെഡി. ആയിക്കോട്ടെ, എന്നാ പോവാ. 2 ബലൂണും കൂടി കിട്ടാൻ ഞാൻ ഇവിടെ ഉത്സവാക്കും. വെടിക്കെട്ട് കയറി. ആഹാ, അല്ല എന്തൊക്കെ അമ്മൂന്റെ പിറന്നാളല്ലേ, കുറച്ച് കേമായി കൊണ്ടെന്ന് കരുതി. പിന്നെ കളക്ടർ ടി വിയിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ഫോൺ ചെയ്യാൻ മറക്കണ്ട. വേണോട്ടാ. ആ, കണ്ണടച്ചു പിടിച്ചു വരണേ. ഞാൻ പറയുമ്പോഴേ തുറക്കാവൂ. അപ്പൊ ഞാൻ വീഴില്ലേ? നീ വീഴൊന്നുമില്ല. ഇങ്ങ് വാ പെണ്ണേ. ആ, വാ വാ വാ. കണ്ണടച്ചു പിടിച്ചു തന്നെ, പറ്റിക്കരുത് തന്നെ. ആ, ഇനി തുറന്നോ. ഇതിന്റെ ഇപ്പൊ ഇങ്ങനൊരു കളിയാണത്. ഇതെങ്ങനെയുണ്ട്? ഓ, ഇതോ? ഇത് കണ്ടോ? നന്ദ വാങ്ങിത്തന്ന അതിനൊക്കെ നല്ലല്ലേ ഇത്? ഇതിനൊരു നരപ്പുണ്ട്. അയ്യോ, വേണേട്ടിന് വിഷമയോ? സാരല്ല, ഇത് നമുക്ക് വെള്ളച്ചി കൊടുക്കാം. ഞാൻ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പരിഭവം പറഞ്ഞ് നടക്ക വെള്ളച്ചി. വെള്ളച്ചിക്ക് വേണ്ടിട്ടല്ല, തനിക്ക് വേണ്ടിട്ട് കൊണ്ടുവരാൻ ഞാൻ. നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും നന്ദനത് കൊണ്ടുവന്നില്ലോ. ഇനി എന്താ ചെയ്യാ? വരി, നമുക്ക് താഴത്തേക്ക് പോവാം. അവിടെ എന്തെങ്കിലും കാത്തു വെക്കാ. താഴത്തേക്കല്ല, നമ്മൾ പുറത്തേക്ക് പോവാണ്. സവേരയിൽ ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജിൽ 3 കൂട്ടുകാരൊക്കെ അവിടെ വരും. സവേരയിലോ? അപ്പൊ ഇവിടുത്തെ പാർട്ടിയോ? ഇവിടുത്തെ പാർട്ടി ഇവര് നടത്തും. നീ വന്നേ. നന്ദന്റെ സമ്മതം ഇല്ലാണ്ട് വരാൻ എനിക്ക് പേടി വേണം. അവളുടെ ഒരു പേടി. എന്താ ഇനി വരാത്തെ? എല്ലാരും അവിടെ കാത്തിരിക്കുക. വാ. എന്താ? വേണോട്ട് പറയാ സവേരയില് പാർട്ടി ഉണ്ടെന്ന്. ഇന്നെങ്ങനെയാ പോവാ? ഇന്നോ? അതെങ്ങനെ വേണോ? ഞാൻ അവരെ വിളിച്ച് വരുത്തിരിക്കല്ലേ. എന്നോട് വെച്ചിട്ടല്ലോ വിളിച്ചു വരുത്തിയത്. എല്ലാ കൊല്ലവും പതിവുള്ളതാ. രാവിലെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. ആ പരിഭ്രമത്തിനിടയില് എല്ലാ കൊല്ലം പോലെ അല്ലേ കൊല്ലം. അതെന്താ ഈ കൊല്ലം അവളെന്റെ അനിയത്തെ അല്ലാതെ തരുന്നുണ്ടോ? നന്ദേന്റെ അനിയത്തി തന്നെയാ, പക്ഷെ എന്റെ ഭാര്യ കൂടിയാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ആവശ്യിക്കാം. ഇവിടെ അവിടെ എന്റെ എല്ലാ കൂട്ടുകാരും കൂടി വെയിറ്റ് ചെയ്യാ. എന്താ വേണത്? ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് മറ്റൊരു ദിവസം നടത്താം. ഞങ്ങളും വരാം. നിങ്ങൾ വരൂ വരാതിരിക്കുക, അതല്ല എന്റെ പ്രശ്നം. ഇന്ന് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ. ഇന്നത്തേക്ക് അതൊന്ന് മാറ്റിവെക്കേ. ഞാനും വന്ന് സോറി പറയാം അവരോട്. ഞാൻ പറയുന്ന അനുസരിക്കാൻ ഇവിടെ സമ്മതിക്കില്ലല്ലേ? ഉള്ളൂ. വേണു, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ. വാശി പിടിക്കണം ഞാനോ നന്ദേട്ടനോ? ഇവിടെ ഇത്ര ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാതിരി സൂട്ട് കോട്ട് തരലെന്ന് മാത്രം. സാധാരണക്കാരാ. വന്നേ പോവാം. ഞാനിങ്ങനെ വരിക. എന്റെ ഭാര്യ കൊണ്ടുവരാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. എന്താ വേണു ഇത്? നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നന്ദേട്ടൻ ഇവിടെ പാർട്ടി നടത്തുന്നത്? ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നു ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു. നന്ദേട്ടൻ വലിയ ആളാണല്ലോ. മറന്നു പോയിട്ടുണ്ടോ? ദുരിതയോ? എടി, ഞാൻ നിന്നോട് ചോദിക്കുന്നേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഓഹോ, എനിക്ക് എന്റെ വാക്കും വലുതാ. നിനക്ക് ഇഷ്ടമുള്ളപ്പോ വരാം. അവിടേക്ക്, എന്റെ വീട്ടിലേക്ക്. അവനെങ്ങനെ പിണക്കി അയക്കേണ്ടിയിരുന്നില്ല. അഹങ്കാര, ദുരഭിമാനം, കോംപ്ലക്സ്. ഞാൻ പറയുന്നതിനോടൊക്കെ എതിർക്കുക, അത്ര തന്നെ. അവൻ പറയുന്നതിലും കാര്യമില്ലേ? എന്തോ? എന്നാ അവനോട് ഇറങ്ങി പോട്ടെ അവള്. താഴെ വന്നവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ ഞാൻ. അവനും അത് തന്നെയല്ലേ ചെയ്യേണ്ടി വരിക. ചെയ്താൽ എന്താ? അത് നന്ദേട്ടനാവാലോ. ഓഹോ, എന്താളും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായാല് എനിക്ക് സമാധാനായിട്ടിരിക്കാം, ഇല്ല മരിക്കാം എന്ന് കരുതിയതാ. യോഗമില്ല. രാജഗോപാലിന്റെ അവിടെയും ജനാർദ്ദന്റെ അവിടെയും ഹോസ്റ്റലിലും ഒക്കെ അന്വേഷിച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. ആസ്പത്രിയിൽ ആരൊക്കെ ഉണ്ട്? ആസ്പത്രിയിൽ നന്ദനും ഗൗരിയും ഉണ്ട്. അത് മാത്രം പോരല്ലോ. ഇങ്ങോട്ട് വന്നിട്ടാവുന്ന ആദ്യം വിചാരിച്ചു. അതും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആകെ ബേജാറായിരിക്കാം. മുമ്പൊക്കെ എത്ര വഴക്കിട്ട് പോയാലും രാത്രി ആവുമ്പോ വീട്ടിലെത്താതിരുന്നിട്ടില്ല. ഇതിപ്പോ രാവിലെ ആയിട്ടും വന്നില്ലോ.
പൂവാമ്പാടത്തെ കളപ്പുരയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അമ്മു ആസ്പത്രിയിലാ, നിന്നെയും കൊണ്ട് ചെല്ലാനാ ഞാൻ വന്നേ. എന്താ പിന്നെ ഇളകി അപസ്മാരം? നീ ശേഖരനാര് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ? കുട്ടിയമ്മ പോക്കോട്ടെ. ആസ്പത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത് കേട്ടില്ലേ? അതും കേട്ടു. പോണല്ലേ? ഇല്ല. അവിടെ അവളുടെ നമ്പർ ഉണ്ടാവുമല്ലോ. നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാ വേണു? കഷ്ടമാ. ആവശ്യമില്ലാത്തടത്തേക്ക് കയറി ചെല്ലാതിരിക്കാനുള്ള വിവരത്തിൽ എനിക്ക് അയച്ച. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ആവശ്യമില്ലാത്ത ഇടമോ ഉള്ള ഇടമോ എന്നൊക്കെ പറയാൻ എനിക്കിപ്പോ അധികാരമില്ലല്ലോ. നീ വലുതായി പോയില്ലേ? അമ്മ ആശുപത്രിയിലാണെന്ന് കേട്ടിട്ടും എന്താ പോവാഞ്ഞേ? ആശുപത്രിയിലാകാൻ കാരണം ഞാനല്ല. ചിലപ്പോ ആണെങ്കിലോ? ഉപദേശിക്കാനുള്ള യോഗ്യതയോ അർഹതയൊന്നും എനിക്കില്ല. ഒരു കാര്യം പറയണം തോന്നുന്നു. ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോൾ ഗുണദോഷിക്കാം, ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറരുത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അറിയില്ല. അതിന് ഞാൻ ആദ്യം പറഞ്ഞത് അറിവില്ലാത്തോളാ ഞാനെന്ന്. എന്നാലും ഒരു പരിചയക്കാരി മാത്രമെന്ന് വെച്ചാലും ആശുപത്രി കിടക്കണമെന്ന് കേട്ട ഒന്ന് പോയി കാണില്ലേ? വെറുതെ എങ്കിലും. നോക്കാനവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അവരൊന്നും ഈ ആളാവില്ലല്ലോ. ഈ ആൾക്ക് ഈ ആള് തന്നെ വേണ്ടേ? എന്തിനു വേണ്ടിയിട്ട് എന്നോട് പണിഞ്ഞു പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഇറങ്ങി പോയ ഉടനെ ഇവിടെ തലചുറ്റി വീണു. അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വേണ്ടിയിട്ട് വിളിച്ച എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ഇപ്പൊന്നും പറയണ്ട, റെസ്റ്റ് എടുക്ക്. നന്ദേട്ടൻ വന്നില്ലേ? ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞേ? നന്ദ, അത് ഡോക്ടർ ഇപ്പൊ എന്നോട് സംസാരിച്ചു. അമ്മു ഗർഭിണിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യില്ല. ഫിസിക്കലി വീക്കാണ് ആ കുട്ടി. പിന്നെ മെഡിക്കേഷൻ MTP ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അബോർഷൻ? യെസ്. അമ്മുന്റെ ആരോഗ്യത്തിന് അത് പ്രശ്നമാവുമെങ്കിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്ത് പറയുന്നു? അമ്മ എന്ത് പറഞ്ഞു? ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ? ഡോക്ടർ പറയുമ്പോ എന്താ അമ്മ ചെയ്യാ? നിനക്കെന്താ അമ്മു പറഞ്ഞ മനസ്സിലാവാത്തത്? അമ്മയുടെ സമ്മതമല്ലെങ്കിൽ അങ്ങനെയെന്ന് വെച്ചാൽ എന്താ വേണു നീ വിവരക്കേട് പറയണേ? അവളുടെ ഹെൽത്തിന്റെ കാര്യല്ലേ? നിനക്ക് കുഴപ്പമില്ലാന്ന് വെച്ചിട്ടല്ല അമ്മ. അമ്മോ, 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 എന്താണ്? അമ്മോ, ഇത് ഞാനാ. അമ്മോ, എന്താ അമ്മോ? എന്താ വേണു? അമ്മോ, അമ്മു, അമ്മു ഞാനാ നന്ദന. ഞങ്ങളൊന്നും ചെയ്യില്ല നിന്നെ. അമ്മു, ഉണ്ടായതാവും വീണ്ടും അറ്റാക്ക്. ഗുളിക കണ്ടിന്യൂ ചെയ്യൂ. ഈ കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുക? അവളെന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുന്ന എന്റെ പേടി. അബോർഷൻ വേണ്ടെന്ന് വെക്കാം, അതേ വഴിയുള്ളൂ. 100% ഷുവറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത്. നിർബന്ധം പിടിച്ച സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അവളുടെ ഹെൽത്ത് ഓരോ നിമിഷവും ശ്രദ്ധയുണ്ടാവണം. വൈദ്യശാസ്ത്രത്തിന് അതീതമായി എന്തൊക്കെയുണ്ടെന്നല്ലേ പുതിയ തിയറി.
വിശ്വാസങ്ങള്, മനസാന്നിധ്യം, ഇതൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്തായാലും എന്റെ അമ്മൂന് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. നിങ്ങളിങ്ങനെ ഓടിപ്പുറച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത്തെ കാലിനും കൈക്കും ഒരു തരിപ്പ്, ഇത്രയേ ഉള്ളൂ. സ്വാമി മാഷ് പറഞ്ഞിട്ടാ ഞങ്ങള് വിവരം അറിഞ്ഞത്. അച്ഛൻ ആരെങ്കിലും പറഞ്ഞു വെക്കാറുന്നില്ലേ? എന്തിനാ? അതിനു വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാധ വരലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. മരുന്നൊക്കെ പരമേശ്വരൻ ഡോക്ടറെ കൊണ്ടുവന്നു. കുറെ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്. അതെ, അമ്മൂനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പിന്നെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. വരിക വരിക, ഇരിക്കുക. കണ്ടപ്പോ മാളുടെ അസുഖമൊക്കെ പറഞ്ഞു അല്ലേ? അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പേടിച്ചു വന്നതാ. നന്ദൻ സാർ വന്നില്ലേ? ഇവിടെ ഇല്ല, ടൂറിലാണ്. 4-5 ദിവസം കഴിയും വരാൻ. മോളെ, അടുക്കളയിൽ രാധ ഉണ്ടാവും. ചായ എടുക്കാൻ പറയും. ആ വേണോ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രാധേ, ആ ഞാൻ ചായ കൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ? മറച്ചു വെക്കേ? അതെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗൗരിയടുത്ത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇനി നീ ശരി തെറ്റി പറയാ. അതിനാ നീയോ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു വെച്ചാല്? ഓ അതോ? അത് വേണ്ടിയിട്ട് എന്റെ തെറ്റിദ്ധരിച്ചതാ. പഴയൊരു കാര്യം, ചെറിയൊരു കാര്യം, അതൊക്കെ എന്തിനാ നമ്മളിപ്പോ കൊത്തിത്തെറിഞ്ഞെടുക്കണേ? മോളെ, കുറെ കാലം കൂടിയിട്ട് ഇന്നാ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിരിക്കണം. ആഘോഷിക്കണം. എന്നാ മാഷൊരു ശ്ലോകം അങ്ങോട്ട് തുടങ്ങാ. അത് വേണ്ട, രാധ ചൊല്ലട്ടെ. ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈയിടെ പിന്നെയും കേട്ടു ഞാൻ. അസലായിട്ട് ചൊല്ലു. എന്നാ അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട. അത് പറ്റില്ല, വേണമെന്നും ഗൗരിക്കും മടങ്ങേണ്ടതാ. ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്? ഭഗവാനെ വിളിച്ച പോലെ മുഖത്തെഴുത്ത് കഴിഞ്ഞ് മുടി വെക്കാൻ തുറന്നായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പൊ തന്നെ കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾക്ക് ഏർപ്പെടുന്ന ചെയ്തു. ചിരിക്കൊന്നും വേണ്ട. അമ്മക്കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും. അതോട് കൽപ്പിച്ചതാ എന്നോട്. കാപ്പി കുടിക്കണോ? വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. പുറത്തേക്ക് പോരുത്, പോകരുതെന്ന് പറഞ്ഞ് കേട്ടില്ലേ? എന്റെ പുന്നാരം കേട്ടിരുന്നാലേ അച്ഛനെ സൂലാന്ന് പറഞ്ഞ് ഫോൺ നമ്പർ തുറന്ന്. പോകരുത് വേണോട്ടാ. ഞാൻ പരമനെ കണ്ടു. വേണോട്ട് ആപത്ത് വരുമെന്ന് പരമ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. വേണോട്ട് അറിയില്ലേ, എന്റെ കൈരേഖയും വെള്ളത്തിന് കൈരേഖയും ഒരുപോലെ. അതിന് സ്വപ്നം സത്യമാവും. എന്റെ തലയിൽ ഗൗളിയും വീണ് വേണോട്ടാ. നിനക്ക് അങ്ങനെ പല വിഡിത്രവും മഠത്തിലൊക്കെ തോന്നാം. സയൻസ് ആകാശം കിടന്ന് അപ്പുറത്തേക്കാ. അതിന്റെ ഇടയിൽ അവളുടെ രേഖാശാസ്ത്രവും ഗൗളിശാസ്ത്രവും. ഇന്ന് പോകരുത് വേണോട്ടാ. ഞാൻ വേണോട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. ആ ഫോൺ വന്നു പറഞ്ഞു. പോകണ്ടെന്ന് പറ, എനിക്ക് പേടിയാ. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? വെള്ളത്തിന് വിധിയാവും എനിക്ക്. വേണോട്ട് ആപത്ത് പറ്റും. മാനന്ദ ഒന്നുമില്ലെന്ന് വേണു. അച്ഛനെ ഞാൻ കൊണ്ടുപോകാൻ ഡോക്ടറെ അടുത്തേക്ക്. അതാവാം, പക്ഷെ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്തൊരു വാശിയാ വേണത്? വാശി എനിക്ക് വാശി. അവിടെ ഒരാൾ ആരോരും ഇല്ലാതെ അനാഥായിട്ട് കഴിയുക. ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ പോണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവളോട് വിഷമിക്കാനൊന്നും. എന്നല്ല, അമ്മ ഇപ്പൊ ഒരു ഷോക്കിന് റിലീവ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഞാൻ ആരാ കണ്ടിട്ടാ ഇവളുടെ ഭർത്താവാണ് നിങ്ങളുടെ വളർത്തുമ്പോഴോ? തോന്നുമ്പോ കെട്ടിടാനും തോന്നുമ്പോ അയച്ചുവിടാനും. ഞാൻ പറയുന്നു, ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ നിൽക്ക്. ഇവളുടെ അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അല്ലേ? നന്ദേട്ടൻ ഇത്രയും പഠിപ്പ് വീരുള്ള ആളല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ? ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല വേണു, അമ്മൂടെ മനസ്സമാധാനത്തിന്റെ കാര്യ. അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസ്സമാനം തനിയുണ്ടാവും. അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അത് മറന്ന ഞാനല്ല. ഞാൻ പറഞ്ഞൊക്കെ സത്യം.
ഗൗരവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് സത്യമില്ലേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് സത്യമില്ലേ?